ഇന്ന് രാവിലെ നിങ്ങൾ കുടിച്ച ചായയുടെ രുചി നിങ്ങളുടെ നാവിലുണ്ടോ? കാണില്ല. കാരണം നിങ്ങളുടെ മനസ്സ് അപ്പോൾ വേറെ എവിടെയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും നിങ്ങൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ ആലോചിക്കുക. ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മുടെ ബ്രഷ് എടുത്ത് നമ്മളതിൽ പേസ്റ്റ് എടുക്കുന്നത് മുതൽ നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ തുടങ്ങുന്ന സോപ്പ് തേക്കാൻ തുടങ്ങുന്ന ഒരു സ്ഥലത്തു നിന്നായിരിക്കും. നിങ്ങളിതൊക്കെ ശ്രദ്ധിച്ചോ? അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ മനസ്സൊരിക്കലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലില്ല എന്ന് കാണിക്കുന്ന എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കണക്റ്റഡ് ആകുമ്പോൾ അതാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത്, കാരണം നിങ്ങളൊരു ചായ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ചായ ആസ്വദിച്ച് കുടിച്ചാൽ അതാണ് സത്യത്തിൽ ധ്യാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും നിങ്ങളൊരു ധ്യാനത്തിൻ്റെ ഒരു ഊഷ്മളതയോടുകൂടി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ജീവിതം ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ, എൻ്റെ പേര് നരേൻ ഗോപാൽ. എൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, അതിൻ്റെ പേര് നരേൻ സ്ട്രോക്ക് ട്രൈബ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ തരാം. യു ആർ മോസ്റ്റ് വെൽക്കം. ഇതിൻ്റെ ലിങ്ക് ബയോയിലുണ്ട്.